ഹലോ, ഹായ്. എല്ലാ സ്നേഹമുള്ള സൗഹൃദങ്ങൾക്കും സ്വാഗതം. സ്നേഹം. ഒരിക്കലും ഒരു രാജ്യത്ത് ജീവിക്കാൻ ഏറെ കഷ്ടപ്പെടുന്ന ദരിദ്രനായ ഒരു യുവാവുണ്ടായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹം ജോലി അന്വേഷിച്ച് പട്ടണത്തിലേക്ക് പോകും. എന്തെങ്കിലും ജോലി കിട്ടിയാൽ അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഓരോ ദിവസവും അയാൾ ജീവിതം കഴിച്ചു പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം യുവാവ് ജോലി അന്വേഷിച്ചു പോയി നിരാശയോടെ മടങ്ങവേ അദ്ദേഹത്തിന്റെ തൊട്ടുപിറകിലായി ഒരു ശബ്ദം കേട്ടു. ജോലി ചെയ്യാൻ ആളെ ആവശ്യമുണ്ട്, 3 സ്വർണ്ണ നാണയങ്ങൾ തരാം. തിരിഞ്ഞു നോക്കിയ യുവാവ് കണ്ടു, വൃദ്ധനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കയ്യിൽ ഏറെ ഭാരമുള്ള 3 സഞ്ചികൾ. ആ 3 സഞ്ചികളും തൂക്കിയെടുക്കാൻ ആ വൃദ്ധൻ വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. യുവാവ് വൃദ്ധന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. വൃദ്ധൻ പറഞ്ഞു, താങ്കൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? എൻ്റെ ഈ 3 ഭാരമേറിയ സഞ്ചികളും കൊണ്ട് യാത്ര തുടരാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇതിൽ ഒരെണ്ണം താങ്കൾക്ക് ഞാൻ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു തരാൻ സാധിക്കുമോ? 3 സ്വർണ്ണ നാണയങ്ങൾ തരാം. ഇത് കേട്ട യുവാവ് സമ്മതിച്ചു. ഇതിൽ നിറയെ ചെമ്പ് നാണയങ്ങളാണ്. താങ്കൾ എനിക്ക് വിശ്വസ്തനായിരിക്കണം എന്നുകൂടി വൃദ്ധൻ കൂട്ടിച്ചേർത്തു. യുവാവ് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന ജോലിയോട് എപ്പോഴും കൂറുള്ളവനാണ്. താങ്കൾക്ക് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വൃദ്ധന്റെ കയ്യിൽ നിന്ന് ഒരു സഞ്ചി ഏറ്റുവാങ്ങി യുവാവ് മുന്നേയും 2 ഭാരമേറിയ സഞ്ചികളുമായി വൃദ്ധൻ പിറകെയും യാത്ര തുടർന്നു. യാത്രാമധ്യേ അവരൊരു കുന്നിന്റെ ചെരുവിലെത്തി. യുവാവ് ഏറെ പ്രയാസമാണെങ്കിൽ കൂടി ആ ഭാരമേറിയ സഞ്ചിയുമായി കുന്നുകയറി മുകളിലേക്ക് പോയി. പകുതി വഴിയിലെത്തിയ യുവാവിന് കാണാൻ സാധിച്ചത് ആ വൃദ്ധൻ 2 സഞ്ചികളുമായി താഴെ നിൽക്കുന്നതാണ്. കാര്യം തിരക്കിയ യുവാവിനോട് വൃദ്ധൻ പറഞ്ഞു, എനിക്ക് ഏറെ പ്രായമായി. ഈ 2 ഭാരമേറിയ സഞ്ചിയുമായി മുകളിലേക്ക് കയറാൻ എനിക്ക് സാധിക്കില്ല. താങ്കൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ? ഇതിൽ ഒരെണ്ണം കൂടി താങ്കൾക്ക് ഏറ്റുവാങ്ങാൻ പറ്റുമോ? 3 സ്വർണ്ണ നാണയം കൂടി ഞാൻ നിങ്ങൾക്ക് നൽകാം. 3 സ്വർണ്ണ നാണയങ്ങൾ എന്ന് കേട്ടപ്പോൾ യുവാവിന് മറ്റൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല. തൻ്റെ ജീവിതം കുറച്ചുകൂടി അനായാസമാകാൻ ഇത് സഹായിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് വൃദ്ധന്റെ അടുത്തേക്ക് എത്തി. അദ്ദേഹത്തിൽ നിന്ന് ഭാരമേറിയ ഒരു സഞ്ചി തൻ്റെ അടുത്ത ചുമലിലേക്ക് ആ യുവാവ് ഏറ്റുവാങ്ങി. വൃദ്ധൻ ഓർമ്മിപ്പിച്ചു, ഇത് നിറയെ വെള്ളി നാണയങ്ങളാണ്. താങ്കൾ എന്നെ കബളിപ്പിക്കാൻ പാടില്ല. യുവാവ് പറഞ്ഞു, എനിക്ക് എൻ്റെ ജോലിക്കുള്ള കൂലി കിട്ടിയാൽ മതി. താങ്കൾക്ക് എന്നെ വിശ്വസിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ യാത്ര തുടർന്നു. കുറേയേറെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അവരൊരു പുഴയുടെ തീരത്തെത്തി. ആ പുഴ മറികടന്ന് വേണം അവർക്ക് തങ്ങളുടെ യാത്ര തുടരാൻ. യുവാവ് ഇരു ചുമലിലും സഞ്ചികളുമായി പുഴയിലേക്ക് ഇറങ്ങി. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് വൃദ്ധൻ തൻ്റെ ഒരു സഞ്ചിയുമായി ആ കരയിൽ തന്നെ നിൽക്കുകയാണ്. വൃദ്ധനോട് യുവാവ് കാരണം തിരക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഏറെ പ്രായമായി. എനിക്ക് ഈ ഒരു ഭാരമേറിയ സഞ്ചിയുമായി പുഴ മറികടക്കാൻ സാധിക്കില്ല. താങ്കൾക്ക് ഇതും കൂടി എന്നിൽ നിന്ന് ഏറ്റുവാങ്ങി സഹായിക്കാൻ കഴിയുമോ? ഞാൻ താങ്കൾക്ക് 3 സ്വർണ്ണ നാണയങ്ങൾ കൂടി തരാം. യുവാവ് ഒട്ടും അമാന്തിക്കാതെ അത് സമ്മതിച്ചു. അദ്ദേഹം വൃദ്ധന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് ഭാരമേറിയ 3ാമത്തെ സഞ്ചി അതും കൂടി തൻ്റെ ചുമലിലേക്ക് ഏറ്റുവാങ്ങി. അവർ രണ്ടുപേരും കൂടി പുഴയിലേക്ക് ഇറങ്ങി യാത്ര തുടർന്നു. യാത്രാമധ്യേ വൃദ്ധൻ ഓർമ്മിപ്പിച്ചു, സുഹൃത്തേ, ഞാൻ പ്രായമേറിയ ഒരു വ്യക്തിയാണ്. എൻ്റെ 3ാമത്തെ സഞ്ചിയിൽ നിറയെ സ്വർണ്ണ നാണയങ്ങളാണ്. താങ്കൾ അതും കൊണ്ട് കടന്നു കളയരുത്. എനിക്ക് താങ്കളുടെ ഒപ്പം എത്തി അത് പിടിച്ചു വാങ്ങാൻ കഴിയാതെ വരും. താങ്കൾ എന്നെ കബളിപ്പിക്കാൻ പാടില്ല. അപ്പോഴും യുവാവ് പറഞ്ഞു, താങ്കൾക്ക് എന്നെ വിശ്വസിക്കാം. ഇങ്ങനെ രണ്ടുപേരും യാത്ര തുടർന്നുകൊണ്ടിരിക്കെ യുവാവിൻ്റെ മനസ്സിലേക്ക് പല ചിന്തകളും കടന്നു വന്നു. 3ാമത്തെ സഞ്ചി നിറയെ സ്വർണ്ണ നാണയങ്ങളാണ്. ഏറെ ഭാരമുള്ള സഞ്ചി. ഈ വൃദ്ധന് ഈ സ്വർണ്ണ നാണയങ്ങൾ എന്തിനാണ്? അദ്ദേഹം കുറച്ചുനാൾ കഴിയുമ്പോൾ മരിച്ചു പോവില്ലേ? ഞാൻ ഈ സ്വർണ്ണ നാണയങ്ങളുമായി
ഓടി രക്ഷപ്പെട്ടാൽ അയാൾക്ക് ഒരിക്കലും എന്നെ പിടിക്കാൻ കഴിയില്ല. എനിക്കാണെങ്കിൽ ഇത്രയും സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയാൽ ജീവിതം പിന്നെ സൗഭാഗ്യമുള്ളതായി തീരും. സമ്പന്നനായി കഴിഞ്ഞാൽ പിന്നെ ധനികയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് എനിക്ക് സുഖമായി ജീവിതകാലം മുഴുവൻ കഴിയാൻ ഈ സ്വർണ്ണ നാണയങ്ങൾ സഹായിക്കും. ഇങ്ങനെ ഇത്രയും നേരം വിശ്വസ്തനായിരുന്ന ആ ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് ചിന്തകൾ കടന്നുകൂടി. ആ 3 സഞ്ചികളുമായി യുവാവ് പെട്ടെന്ന് ദൂരേക്ക് ഓടി മറഞ്ഞു. ഏറെ ദൂരം പിന്നിട്ട യുവാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ വൃദ്ധനെ കാണാൻ സാധിച്ചില്ല. അദ്ദേഹം ഈ 3 സഞ്ചികളുമായി തൻ്റെ വീട്ടിലേക്ക് യാത്രയായി. അവിടെ എത്തിയ യുവാവ് പെട്ടെന്ന് തന്നെ ഈ 3 സഞ്ചികളും തുറക്കാൻ തുടങ്ങി. അതിശയമെന്ന് പറയട്ടെ, ആ 3 സഞ്ചികളിൽ ഒന്നിൽ പോലും സ്വർണമോ വെള്ളിയോ ചെമ്പ് നാണയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിലൊരു കത്തുണ്ടായിരുന്നു. ആ കത്ത് തുറന്നു നോക്കിയ യുവാവ് തൻ്റെ ഹൃദയം പൊട്ടി മരിക്കുമെന്ന രീതിയിൽ ഏറെ നിരാശനായി തീർന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഞാൻ ഈ രാജ്യത്തെ രാജാവാണ്. എനിക്ക് അനന്തരാവകാശികളില്ല. ഏറ്റവും സത്യസന്ധനും വിശ്വസ്തനുമായ ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ നടത്തുന്ന യാത്രയാണിത്. താങ്കൾ ഈ ഭാണ്ഡക്കെട്ടുകളുമായി ഓടി രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഈ രാജ്യത്തെ അനന്തരാവകാശി താങ്കളായിരുന്നേനെ. ഇത് കേട്ട യുവാവ് പൊട്ടിക്കരയാൻ തുടങ്ങി. ഈ നിമിഷം വരെ ആ മനുഷ്യൻ 100% വിശ്വസ്തനായിരുന്നു. പക്ഷേ ഒരു നിമിഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്തയാണ് ജീവിതം തന്നെ മാറ്റിമറിച്ചത്. മനുഷ്യൻ എത്രയൊക്കെ നല്ലവനായിരുന്നാലും ചില സമയങ്ങളിൽ അവരുടെ മനസ്സിലെ ചിന്തകൾ അവരുടെ നിയന്ത്രണം ഏറ്റെടുക്കും. ജീവിതത്തിൽ പരാജയം സംഭവിക്കും. ഒന്ന് ഓർക്കുക, ഈ കടന്നുപോകുന്ന നിമിഷങ്ങൾ ചിലപ്പോൾ അത് നിങ്ങൾക്കുള്ളതാകാം, നിങ്ങൾക്കുള്ള അവസരമാകാം. നിങ്ങൾ എന്താണോ അങ്ങനെയായിരിക്കാൻ ശ്രമിക്കുക. പ്രലോഭനങ്ങളിൽ പെടാതിരിക്കുക. നിങ്ങളുടെ മനസ്സിന്റെ ചിന്തകളെ നിയന്ത്രിക്കുക. നിങ്ങൾ നിങ്ങളായിരിക്കുക. എല്ലാവർക്കും ശുഭദിനം.